ബലാത്സംഗ കേസിൽ മുൻ എംപിയും ജനതാദൾ നേതാവുമായ പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം ശിക്ഷ. വീട്ടുജോലിക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലാണ് ജീവപര്യന്തം. വിവരങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രനുണ്ട്. ലക്ഷ്മി, ശിക്ഷാവിധിയുടെ വിവരങ്ങൾ എന്തെല്ലാം? സംഗീത, ഇപ്പോൾ പരമാവധി ശിക്ഷയായി തന്നെ ജീവപര്യന്തം ശിക്ഷയാണ് ഇപ്പോൾ വിധിച്ചിരിക്കുന്നത്. നേരത്തെ പ്രജ്വൽ ഇപ്പോൾ കോടതിയിൽ വിചാരണക്കിടെ കരഞ്ഞിരുന്നു. അതായത് പരമാവധി ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ അതിനൊക്കെ തള്ളി മാറ്റി ഇപ്പോൾ പ്രോസിക്യൂഷൻ പറഞ്ഞതുപോലെ തന്നെ ജീവപര്യന്തമായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജീവപര്യന്ത ശിക്ഷയാണ് ഇപ്പോൾ ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതി വിധിച്ചിരിക്കുന്നത്. 2021 കേസിനാസ്പദമായ സംഭവത്തിലാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. ജൂൺ 18 ഇതിന്റെ കേസിലെ വാദം പൂർത്തിയായിരിക്കുന്നത്. 30 വാദം കേൾക്കുമെന്നും പറഞ്ഞിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്നത്തേക്ക് ഇതിന്റെ ഒരു വിധി മാറ്റിയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലാണ് പ്രജ്വൽ രേവണ്ണ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയത്. അതായത് കുറ്റക്കാരനാണെന്ന് തെളിഞ്ഞത് കോടതിക്ക് ബോധ്യമായത്. അതിന്റെ ശിക്ഷയാണ് ഇന്നിപ്പോൾ വിധിച്ചിരിക്കുന്നത് ബാംഗ്ലൂരുവിലെ പ്രത്യേക കോടതി. പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണയുടെ ഫാം ഹൗസിൽ ജോലി ചെയ്യുന്ന സ്ത്രീയെ 2021 മുതൽ തുടർച്ചയായി ബലാത്സംഗം ചെയ്തു എന്ന കേസിലാണ് ഇപ്പോൾ ഈ ഒരു വിധി. അതായത് ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ ചിത്രീകരിക്കുകയും അത് വിവരം പുറത്തുവിടുകയാണെങ്കിൽ വിവരം പുറത്ത് പറയരുതെന്ന് ഭീഷണിപ്പെടുത്തിയതായും കോടതി കണ്ടെത്തുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ഒരു വിധി വന്നിരിക്കുന്നത്. മറ്റ് ഒരു പെട്ടെന്ന് വിചാരണയ്ക്ക് ശേഷം വെറും 8 ആഴ്ചയ്ക്കുള്ളിലാണ് ഈ ഒരു വിധി വന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. വളരെ പെട്ടെന്നുള്ളൊരു വിധിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിന്റെ പരമാവധി തെളിവുകളൊക്കെ ശേഖരിച്ച് മൊബൈൽ ലൊക്കേഷനും ഡാറ്റയും മറ്റ് സാങ്കേതിക തെളിവുകളും ഒക്കെ സംബന്ധിച്ച് വ്യക്തത വരുത്തി ഈ ഒരു ശിക്ഷാവിധി ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. പരമാവധി ശിക്ഷയിൽ ഇളവ് വേണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പ്രജ്വൽ കോടതിയെ സമീപിച്ചിരുന്നു. വളരെ പലതവണ ആവശ്യപ്പെട്ടിരുന്നു. ഇന്നും ആവശ്യപ്പെട്ടതായാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ അതിനൊന്നും കാര്യമുണ്ടായിരുന്നില്ല. കുറ്റം കണ്ടെത്തുകയും അതിന് തക്കതായ ശിക്ഷ തന്നെ ലഭിച്ചു എന്നുമാണ് കരുതുന്നത്. ബലാത്സംഗം, ലൈംഗിക പീഡനം, ഭീഷണിപ്പെടുത്തൽ, സ്വകാര്യ ചിത്രങ്ങൾ നിയമവിരുദ്ധമായി പ്രചരിപ്പിക്കൽ തുടങ്ങിയ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കുറ്റം ചുമത്തി കേസെടുത്തിട്ടുള്ളത്. 2000-ലധികം അശ്ലീല വീഡിയോ ക്ലിപ്പുകൾ ഈ പ്രജ്വൽ ഉൾപ്പെട്ടിട്ടുള്ള 2000-ലധികം അശ്ലീല വീഡിയോ ക്ലിപ്പുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിനെ ഒരു JDS-ൽ നിന്ന് പുള്ളി പ്രജ്വലിനെ പുറത്താക്കിയിരുന്നു. മണ്ഡലത്തിൽ നിന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പുള്ളി പരാജയപ്പെടുകയും ചെയ്തു. ഈ ഒരു വലിയ വിവാദത്തിലാണ് ഈ ഒരു പാർട്ടി തന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം ഉണ്ടായിരിക്കുന്നത്. 1-ലധികം സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്തതായും ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഈ ഒരു കേസ് മാത്രമല്ല, കഴിഞ്ഞ വർഷം തന്നെ 3 കേസുകൾ ഈ ഒരു പ്രജ്വൽ രേവണ്ണയ്ക്കെതിരെ വന്നിട്ടുണ്ട്. ഹാസൻ ജില്ലയിൽ നിന്നാണ് പ്രധാനമായും ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മൈസൂർ സ്വദേശിയായിട്ടുള്ള ഒരു സ്ത്രീയും ബാംഗ്ലൂരിൽ നിന്നുള്ള മറ്റൊരു യുവതി. ഇങ്ങനെ 3 യുവതികളാണ് ഇപ്പോൾ പരാതിയുമായി രംഗത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ കൂടാതെ തന്നെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണങ്ങളും ഇപ്പോൾ വരികയാണ്. അതിൽ പരാതിപ്പെട്ടിരിക്കുന്ന ഈ ഒരു കേസാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. കുറ്റം ചെയ്തിരിക്കുന്നതായി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും ലക്ഷ്മി, ഇതിൽ പ്രജ്വൽ രേവണ്ണ യുവതിയെ 2 തവണ ബലാത്സംഗം ചെയ്യുകയും അതിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തു എന്നുള്ളതായിരുന്നു കേസ്. ഇതിന്റെ അന്വേഷണ വഴികളൊക്കെ ഏത് രീതിയിലായിരുന്നു? ആ കാലയളവിലെ കാര്യങ്ങൾ കൂടി ഈ സമയത്തൊന്ന് കൂട്ടിച്ചേർക്കാമോ? തീർച്ചയായും വർഷങ്ങളായി 2021 മുതലുള്ള ഒരു കേസാണിത്. ആ സമയത്ത് തന്നെ ഇത് പാർട്ടിയെ വളരെയധികം ബാധിച്ചിരുന്നു. കേസുമായി ഒരു തരത്തിലും ബന്ധമില്ല എന്നുള്ള തരത്തിലാണ് ആ സമയത്ത് പ്രജ്വൽ രേവണ്ണ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഈ വീഡിയോ പുറത്ത് വന്നതിന് പിന്നാലെയാണ് ഇതിലൊരു അന്വേഷണം ഊർജിതമായത്. പാർട്ടിയിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളും ആ സമയത്തുണ്ടായിരുന്നു. ആ സമയത്ത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായിരുന്ന പരാജയം ഈ ഒരു ഉറപ്പിക്കുന്നതായിരുന്നു. ആ ഒരു സ്ത്രീയെ അന്ന് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട സ്ത്രീയെ അന്ന് കാണാതായതും വലിയൊരു വിവാദമായിരുന്നു. പ്രജ്വലിന്റെ അച്ഛൻ രേവണ്ണ യുവതിയെ തട്ടിക്കൊണ്ടുപോയതായുമുള്ള പരാതിയും ഒക്കെ ആ സമയത്ത് ഉയർന്നിരുന്നു. ഇതൊക്കെ വലിയ രീതിയിലുള്ള ശരി ലക്ഷ്മി, വ്യക്തമാണ്. പ്രജ്വൽ രേവണ്ണയ്ക്ക് ജീവപര്യന്തം ശിക്ഷ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വീട്ടുജോലിക്കാരെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ ജീവപര്യന്തം ശിക്ഷ.